ടൈറ്റിൽ തന്നെ ഇത് ആട് 3 1 ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ആണ്. അതായത് ഒരു പാർട്ട് 1 ഉണ്ടെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്യിച്ച് അതൊരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലേ. ഓൾറെഡി ഒരു പടം അത് പ്രേക്ഷകർ എടുക്കോ ഇല്ലയോ വിജയിക്കോ ഇല്ലയോ എന്ന് അറിയാതെ ഇതിനൊരു പാർട്ട് 2 ഉണ്ട് വന്നിരിക്കും എന്ന് ഒരു പ്രോമിസ് കൊടുക്കുന്ന ചെറിയൊരു കാര്യമില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് ഞാൻ ആട് 1 ഇറങ്ങിക്കഴിഞ്ഞാൽ ആട് 2 ചെയ്തപ്പോൾ ചെയ്തിരുന്നല്ലോ. അന്നും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. ആട് 1 ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നിട്ട് ആട് 2 എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് നമ്മളോട് മീഡിയ മാത്രമല്ല തിയേറ്ററുകാർ ചോദിച്ചു, ഇൻഡസ്ട്രി ചോദിച്ചു. അതേ കോൺഫിഡൻസ് തന്നെയാണ് ആട് 3 ഇറങ്ങുമ്പോൾ പാർട്ട് 2 ഈ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഫ്ലേവറും നമുക്കറിയാം, ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൽ ആ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ അവർ തന്നെ പെർഫോം ചെയ്യുന്ന, വേണമെങ്കിൽ പുനർജന്മം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതേ ടൈം ലൈൻസ്, പണ്ടത്തെ ടൈം ലൈൻസിൽ ജീവിച്ചിരുന്ന വേറൊരു ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാം. അത് ഓരോരുത്തരുടെ ഇമാജിനേഷൻ പോലെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആട് 2-ൻ്റെ ആട് 1 കഴിഞ്ഞ് ആട് 2-ലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ക്യാരക്ടേഴ്സിനെ ആളുകൾ ജനങ്ങളോട് സ്വീകരിച്ചു കഴിഞ്ഞു, മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരു കഥയോടൊപ്പം അല്ലെങ്കിൽ ഹ്യൂമർ ഫ്ലേവറോടൊപ്പം കൊണ്ടുവന്നാൽ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് ആട് 2 അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആട് 3-ലേക്ക് വരുമ്പോൾ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കെയിൽ വലുതാണ്. ഇതിലൊരു കുറച്ചും കൂടെ ഡെപ്തുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം മറ്റത് ഇപ്പം ആട് 1-ൽ മിഥുൻ പറയുന്നതായിരിക്കും കറക്റ്റ്, നീലക്കൊടുവിൽ. അപ്പം എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പം ആട് 1-ൽ നമ്മളൊരു പെട്ടിയിലടച്ച നീലക്കൊടുവേലിക്ക് പിന്നാലെ ഓടി. ആട് 2-ൽ നമ്മളൊരു പെട്ടിയിലടച്ച ഒരു കമ്മട്ടത്തിൻ്റെ പിന്നാലെ ഓടി. ആട് 3-ലും ആ ഓട്ടം പാപ്പനും സംഘവും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു. 2 ടൈം ലൈനിൽ ചിലപ്പോൾ ഓടിയെന്ന് വരും. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ബേസിക്കലി ആ പഴയൊരു ടൈം ലൈൻ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ കോൺഫിഡൻസ് തന്നെയാണ് പാർട്ട് 3 എടുക്കാനും. നമുക്കിപ്പോൾ പാർട്ട് 2-ൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് അടുത്ത പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് നൽകുന്നത്. അത് കഥ, അതായത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. അത് ആദ്യം ഞങ്ങൾ പറയാതിരുന്നത്, ഈ ഓൺലൈൻ മീഡിയയിൽ ഒരുപാട് കഥകൾ വരട്ടെ ഓരോന്നോരോന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഞങ്ങൾ വെച്ചത്.